ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ്. ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അലിഗേഷൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നത് നമുക്ക് ഫാമിലിക്കുള്ളതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഒരു ബേസിക്കലി ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിന്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഓടി വിളിക്കേണ്ട കാര്യമില്ല. എന്റെ ഭാഗത്ത് ന്യായമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രശ്നത്തിൽ വിളിച്ച് എല്ലാവരും കാണണമെന്ന് പറഞ്ഞത്. അതില് സത്യമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഇത് ഞാൻ പറഞ്ഞത് FIR രജിസ്റ്റർ ചെയ്തതാണ്. FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമത്തിന്റെ വഴിയിലാണ് പോകുന്നത്. അപ്പോൾ നിയമത്തിന്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അത് എത്ര നാളെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിന്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെ ഞാൻ പോകും. ഇത് സത്യമല്ലെന്ന് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എന്റെ കയ്യിൽ അങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ. നാളെ ആർക്കെതിരെ വരാം. ഇതുപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആളുകൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനി നാളെ മുതൽ ആർക്കെതിരെയും വരാം. പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതൊരു പ്രൊസീജിയർ, അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്. നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ പിന്നെ സിനിമകൾ ഒരുപാട് സ്ഥലത്ത് ക്ഷണിച്ചു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിന്റെ നിയമത്തിന്റെ വഴിക്ക് പോകണം. അപ്പൊ അതിന്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും. ഇതേപോലെ സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും. ഇങ്ങനെ സംസാരിച്ച് ശീലമില്ല. നമ്മൾ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നല്ല. പക്ഷെ അത് എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റും. നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ. അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും. പക്ഷെ ഇത് നാളെ അത് സത്യമല്ലെന്ന് തെളിഞ്ഞാലും നിങ്ങൾ അതേ ഇപ്പൊ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എന്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കും. അതായത് 1.5 മാസം മുമ്പാണ് എന്നെ ഒന്നുകിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത്. ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന്. അപ്പൊ ഞാൻ അന്നൊരു CA ആണ് വിളിച്ചത്. പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഞാൻ അറിയില്ല, കണ്ടിട്ടില്ല. ഇങ്ങനെ ഇത്രയും പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ എനിക്കറിയില്ല സാറിന്. അപ്പൊ അവരതൊരു ഇതില് വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസാണെന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് ഞാനെന്നാ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ, അല്ലെങ്കിൽ പരാതി കൊടുക്കട്ടെ, കാരണം ഫേക്ക് ആയിട്ട് അലിഗേഷൻ വരികയാണ്. അപ്പോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഫേമസ് ആവാം, ഇതിനൊക്കെ വേണ്ടി ചെയ്തായിരിക്കും. അപ്പൊ അതിന് വെറുതെ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതി. പക്ഷെ ഞാനപ്പോ അന്ന് നിയമോപദേശം തേടിയ വക്കീലിനെടുത്ത് വെച്ചിട്ടും വക്കീൽ സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു. ഇതിങ്ങനെ വിട്ടേക്കും, അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. പിന്നെ അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നും. അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ എനിക്ക് അങ്ങനെ ബേസിക്കലി ഇത്രേ ഉള്ളൂ. എനിക്ക് ഇത് ഒരു പരിചയമില്ല. ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്. അതിന് ഞാൻ നിയമത്തിന്റെ എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. എങ്ങും പോകുന്നില്ല. ഇവിടെ